കാർറോക്സ് വളരെ റയറായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. പ്രീമിയം കാർസ് ഉണ്ട്. വോൾവോ 2019 മോഡൽ 4x4 സിഗ്മ 4 ഓട്ടോ. ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത് 6,75,000. കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ വെറും 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു വാഹനം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. മെയിൻ ഗ്ലാസ്, ബോണറ്റ്, ഡിക്കി, ഡോറ് എല്ലാ ഭാഗങ്ങളും. മലയിൽ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമുണ്ട്. ഇപ്പം മലയിൽ കാർസിൽ കുറച്ച് പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. കാർറോക്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5,000 കിലോമീറ്റർ ഓടിയ ഫോക്സ്വാഗൻ വേർച്ചസ് വന്നിട്ടുണ്ട്. പോളോ GT ഉണ്ട്, ഇന്നോവ ഉണ്ട്, ഫോർച്യൂൺ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാ വണ്ടികളും പുതിയതായിട്ട് കയറിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ, കോട്ടക്കൽ, വളാഞ്ചേരി ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്നൊരു പ്രദേശമാണ്. ഗൂഗിൾ മാപ്പിൽ മലയിൽ കാർസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു താർറോക്സ് പരിചയപ്പെടാം. താർറോക്സ് വളരെ റയറായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, അതും ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ 4x2 വേരിയൻറ്റിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇതാകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ ഒരു 2 ലക്ഷം രൂപയോളം വരുന്ന എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് ഒക്കെ വാറണ്ടി ഉള്ള സെറാമിക് കോട്ടിംഗ് ആണ്. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെറാമിക് ചെയ്യാം. ഈ വാഹനം 26,70,000 രൂപയ്ക്ക് ഒരു പാർട്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ള വാഹനമാണ്. അതിൻ്റെ പുറമെ ഒരു 2 ലക്ഷം രൂപയോളം വരുന്ന എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണെങ്കിൽ കൂൾ ഫിലിം 50% കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. നല്ല 25,000 രൂപ വെറുത്ത് വരുന്ന ഫിലിമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ ലാഡർ, ബോക്സ്, ലൈറ്റിങ്സ്, അങ്ങനെ സ്പേസർ ഇട്ട് ടയറൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫിറ്റിങ്സുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം ഇപ്പോൾ ചോദിക്കുന്നത് 23.5 ലക്ഷം രൂപക്കാണ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 20 ലക്ഷം വരെ ലോണും കയറും. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇന്നോവ ഫോർച്യൂണർ. ഈ ഇന്നോവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 85,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്ററാണ്. വെറും 85,000 കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ വെറും 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിനാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒറിജിനലാണ്. ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഒരു ഡോറിൻ്റെ ഏതോ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് UP കടന്നിരുന്നൊരു വണ്ടിയാണ്. അവിടുന്ന് നമ്മൾ ഓടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ വന്നതിന് ശേഷവും നമ്മൾ ടയോട്ടയിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ഇപ്പം നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2015 മോഡല് സെക്കൻഡ് ഓണർ ഇപ്പോൾ നമ്പറാക്കിയപ്പോൾ 3rd ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,90,000 രൂപ. ഇനി അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കുക. 2015 4x2 ഓട്ടോമാറ്റിക് ഓൾ ഒറിജിനൽ, എല്ലാ ഭാഗവും ഒറിജിനലാണ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്തൊരു വാഹനം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. മെയിൻ ഗ്ലാസ്, ബോണറ്റ്, ഡിക്കി, ഡോറ് എല്ലാ ഭാഗങ്ങളും ഒറിജിനൽ. 1,64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണറാണ്. ജെനുവിൻ സർവീസാണ്. ഇതും തന്നെ ഹരിയാനയിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്നതാണ്. 3,000 ചില്ലറ കിലോമീറ്റർ ഓടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ വാഹനം നമ്മൾ ഇവിടെ ടയോട്ടയിൽ കയറി സർവീസ് ചെയ്തിട്ടാണ് ഷോറൂമിൽ വെച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു വാഹനം, നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 2015 മോഡൽ ഫസ്റ്റ് ഓണർ 1.60 ഓടിയിട്ടുള്ള 4x2 ഓട്ടോമാറ്റിക് വാഹനം. നമ്മൾ NOCയിൽ ചോദിക്കുന്നത് 13,60,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിന് നമ്പറാക്കാൻ ഒരു 1.80 ഒക്കെ ചിലവാകും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പോളോ GT പരിചയപ്പെടാം. GT കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. 2019 മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ വരുന്നത് വെറും 96,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. GT TSI ആണ് വരുന്നത്. ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,20,000 രൂപയാണ്. ഇൻറ്റീരിയറൊക്കെ പക്കയാണ്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 8,25,000 രൂപ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്തു തരും. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇനി വേറൊരു വാഹനം കാണിച്ചു തരാം. ഈ വാഹനം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് 2025 മോഡൽ വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫോക്സ്വാഗൻ വേർച്ചസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോളാണ് വാഹനം വരുന്നത്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. GT ലൈനാണ്. 1 ലിറ്ററാണ് എൻജിൻ വരുന്നത്.
ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വാഹനം എങ്ങനെയാണ് എടുക്കുന്നത് അതേ കണ്ടീഷൻ, വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ഇത് 18,60,000 രൂപയാണ് ഇത് ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് GST കുറഞ്ഞിട്ടുണ്ട്, 17,30, 40 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13,90,000 രൂപ. നല്ലൊരു പ്രൈസാണ്. ചെറുതായിട്ടേ കുറയുള്ളൂ, വലുതായിട്ടൊന്നും കുറയൂല. ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. ഇത്രയും നല്ല വാഹനങ്ങൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇനി നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൽഹി വിലക്ക് ഫോർച്യൂണറുകൾ. ഇത് 2011 മോഡൽ ഫോർച്യൂണറാണ്. 3 ഓണറായിട്ടുണ്ട്. കിലോമീറ്റർ വരുന്നത് 1,70,000 കിലോമീറ്റർ. അത് ജെനുവിനാണോന്ന് അറിയില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത, മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പുതിയ മോഡൽ കൺവേർട്ട് ചെയ്ത് ബ്ലാക്ക് അടിച്ച് നല്ല GRൻ്റെ കിറ്റൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ കാണിച്ചു കൊടുക്കുക. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിനാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. 6,70,75,000 രൂപയ്ക്ക് 2011 മോഡൽ. ലോണൊന്നും കിട്ടില്ല. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഇനി ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പുതിയ മോഡൽ ഫോർച്യൂണർ, പഴയ മോഡൽ ഫോർച്യൂണറൊക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലെജൻഡർ കിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർച്യൂണർ. ഇത് സിൽവർ കളറാണ് വരുന്നത്. ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ലുക്കായിരിക്കും. ഇത് 2017 മോഡൽ 4x4 ഓട്ടോമാറ്റിക്കിൽ വരുന്ന സിഗ്മ 4 ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിച്ചില്ല. മെയിൻ ഗ്ലാസ് ചേഞ്ച്ഡ് ആണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ പക്ക ഇൻറ്റീരിയറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ബ്ലാക്ക് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് മാസ് ലുക്ക്. 22,90,000 രൂപയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്. ടാക്സ് ഒരു 4 ലക്ഷം രൂപയോളം വരും. അറൗണ്ട് ഒരു 26 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് കേരള നമ്പറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കാണിച്ചു കൊടുക്കുന്നത് 2019 മോഡൽ 4x4 സിഗ്മ 4 ഓട്ടോമാറ്റിക് 19 മോഡൽ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. വേറെ ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടി. 1,60,000 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണറാണ്. ഇപ്പോഴും ഫ്രഷ് പോലെ ഇരിക്കുന്ന വണ്ടി. ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാലും പക്ക ഇൻറ്റീരിയറാണ്. ടയറൊക്കെ വരുന്നത് ഒരു 80-70% ടയർ വരുന്നുണ്ട്. അത് ഇൻറ്റീരിയറൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ഒരു ഫൈനൽ പ്രൈസ് 24,75,000 രൂപയ്ക്ക് വണ്ടി തരും. ഒരു 4ൻ്റെ മുകളിൽ നമ്പറാക്കാനും വരും. ഏകദേശം ഒരു 28-29 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരള നമ്പറാക്കിയിട്ടും കിട്ടും. ഇനി ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇസഡ് ഓട്ടോമാറ്റിക്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2018 മോഡൽ. കിലോമീറ്റർ 1,80,000 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അല്ല, മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല. ഓൾ ഒറിജിനൽ. 2018 സിംഗിൾ ഓണറിൽ ഇവിടേക്ക് NOC എടുത്ത വാഹനമാണ്. ഇത് NOCയിൽ 14,90,000 രൂപ. 2018 ഇസഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനം. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻറ്റീരിയറൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള ഇൻറ്റീരിയറാണ്. പിന്നെ ഫീച്ചേഴ്സ് ഒന്നും പറഞ്ഞില്ല. ഇസഡ് ആകുമ്പോൾ അതിൻ്റേതായ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ബ്രൗൺസ് കളറിൽ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വേറൊരു വാഹനം കൂടി ഉണ്ട്. ഇത് 2018 മോഡൽ തന്നെയാണ്. ഇത് G മാനുവലാണ് വരുന്നത്. ഇതിൻ്റെയും പ്രത്യേകത ഓൾ ഒറിജിനൽ, യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത വാഹനം. 1,10,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ചെറിയ 1-2 സ്ക്രാച്ച് ഉണ്ട്. ബ്രേക്ക് ലൈറ്റിൽ ചെറിയൊരു പൊട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. 4 പുതിയ ടയർ, പുതിയ ഇൻഷൂർ, പുതിയ ബാറ്ററി ഒക്കെ ഉള്ള വാഹനം. ഇൻറ്റീരിയറും കാണിച്ചു കൊടുക്കുക. നല്ല പക്ക ഇൻറ്റീരിയറാണ്. മുസ്റ്റിലോ സ്ക്രാച്ചോ ഒന്നും സംഭവിക്കാത്തൊരു വാഹനമാണ്. ഇത് നല്ലൊരു അഫോർഡബിൾ പ്രൈസുമാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനത്തിന് 10 രൂപ കൂടുതൽ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണണം. ഈ ഒരു വാഹനം നമുക്ക് 13,70,000 രൂപയ്ക്ക് വണ്ടി തരാൻ പറ്റും. കേരള നമ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഓണറാണ്. ഇവിടെ നമ്പറായപ്പോൾ സെക്കൻഡ് ഓണർ KL 57 നമ്പറായ വാഹനമാണ്. ഇതിനൊരു 12.5 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. ഇനി നമുക്കിതാ വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു തരത്തിലുള്ള ഫോർച്യൂണർ. ഇത് 2010 മോഡൽ. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന അതേ കണ്ടീഷനാണ്. പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ പറ്റുന്ന വാഹനമാണ്. ഇത് 1,80,000 കിലോമീറ്റർ. അത് ജെനുവിനായിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. 3ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കൺവേർഷൻ ചെയ്യേണ്ടവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സിനൊന്നും കുഴപ്പമില്ല. ഈ വണ്ടി നമുക്കൊരു 6,70,000 രൂപയ്ക്ക് തരാൻ പറ്റും.
NOCയിൽ നമ്പറാക്കാൻ ചെറിയ പൈസ വരുള്ളൂ, ഒരു 30 രൂപ 20 രൂപ അങ്ങനെ എന്താ വരുള്ളൂ. കൺവർഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ മോഡലിലേക്ക് ഫുള്ള് ഇങ്ങോട്ട് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ 4x4 ഓട്ടോമാറ്റിക് വരുന്ന ജീപ്പ് കോമ്പസ് 360 ക്യാമറ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഒരു നല്ലൊരു കളറാണ് അല്ലേ, ഒരു ഡാർക്ക് ഗ്രീന്. 2021 മോഡൽ വരുന്നത്. ടയറൊക്കെ ഫുൾ കട്ട ടയറാണ്. 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിലെ ഫീച്ചേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. പെനോറമിക് സൺറൂഫ്, അതുപോലെ സ്ക്രീനൊക്കെ വലിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം അറൗണ്ട് ഒരു 40 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ 4x4 ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഈ വാഹനത്തിന് ഇപ്പോൾ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 19.5 ലക്ഷം രൂപയാണ്. മാക്സിമം ലോൺ വേണ്ടവർക്ക് അതും ചെയ്തു തരും. ഈ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് പ്രീമിയം കാർസ് ഉണ്ട്, വോൾവോ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. വോൾവോ, അതുപോലെ മെഴ്സിഡീസ് ബെൻസ്, GLE, ജാഗോർ, അതുപോലെ LC വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഇതുപോലത്തെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ വളാഞ്ചേരിൻ്റെ ഒക്കെ മിഡിലായിട്ട് കാടാമ്പുഴ എന്നുള്ള സ്ഥലത്താണ്. സ്ക്രീനിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ ഏതാണെന്ന് അതിൽ കോൾ ചെയ്ത് പറയുക. ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ സംഘടിപ്പിച്ച് തരും. അതുപോലെ തന്നെ നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിലിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.